SP ഓഫീസിലെ പരാതി പരിഹാര സെല്ലിൽ അംഗമായി RSS നേതാവ്. സംഘപരിവാറിനു വേണ്ടി കുഴലൂതുന്ന പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പെന്ന് ആരോപണം. പത്തനംതിട്ട SP ഓഫീസിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ RSS നേതാവിനെ അംഗമാക്കിയത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞങ്ങൾ RSSന് എതിരാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും പിൻവാതിലൂടെ അവരെ സർക്കാർ സംവിധാനങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് പിണറായി സർക്കാർ ഇപ്പോഴും തുടരുന്നത്. RSS അനുകൂല അഭിഭാഷക സംഘടനാ നേതാവ് KJ മനുവിനെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ അംഗമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനം വിവാദമായതോടെ സെല്ല് റദ്ദാക്കി ആഭ്യന്തര വകുപ്പ് തടിതപ്പി. ആഭ്യന്തര വകുപ്പിനെ കയറൂരി വിട്ട് സംഘപരിവാറിന് കുഴലൂത്ത് നടത്തുന്ന നയമാണ് ഇവിടെ പിണറായി സർക്കാരിൻ്റെത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ RSS സാന്നിധ്യം പരസ്യമായ രഹസ്യമാണ്. സേനയുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ തങ്ങളുടെ RSS ബന്ധം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും അത്തരക്കാരെ പച്ചപ്പരവതരായി വിരിച്ച് സംരക്ഷിച്ചു പോകുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. പോലീസ് സേനയിൽ RSS ആശയങ്ങൾ കുത്തിനിറച്ച് വർഗീയതയ്ക്ക് വളമൊരുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. RSS താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വഴിതെളിക്കുന്ന സർക്കാരിന്റെ നിലപാട് വളരെ അപകടകരമാണെന്ന് പറയേണ്ടി വരും. RSSകാരനെ പോലീസ് സേനയുടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ അംഗമാക്കാൻ ചരട് വലിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സർക്കാരും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും എളിവായ ഉദാഹരണമാണ് ഇത്. സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നതല്ല, RSSനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് സർക്കാർ ഇവിടെ സ്വീകരിച്ച നയം. ഇത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. നടപടി ഉടനുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇത് വഴിവെക്കും.